എങ്ങനെയെങ്കിലും പഠിച്ച് ടോപ്പ് റാങ്കിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ് യുൻഗാമി. എന്നെത്ര ശ്രമിച്ചിട്ടും പഠനം അവൻ അത്ര സെറ്റ് ആവുന്നില്ല. എങ്കിലും അവൻ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നന്നായിട്ട് പഠിച്ചു തുടങ്ങണമെന്നൊക്കെ വിചാരിച്ച് അവൻ പുതുതായിട്ടൊരു സ്കൂളിലേക്ക് വരും. എന്നാൽ ആ സ്കൂള് അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അതുപോലെ ഈ യുൻഗാമിനും അത്ര ചില്ലറക്കാരനല്ല. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്ന കൊറിയൻ ഡ്രാമയാണ്. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഒരു സാധ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ആണെങ്കിൽ പല പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ പേര് കിടന്നുറങ്ങുന്നുണ്ട്, കുറെ പേര് ഫോണിൽ കളിക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഒരുത്തം മാത്രമാണ് ഇരുന്ന് സാധ പറയുന്നതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നത്. അവനാണ് നമ്മുടെ കഥാനായകൻ യുൻഗാമി. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇവൻ വളരെ ബ്രില്യന്റ് ആയ ഒരു സ്റ്റുഡന്റ് ആണെന്ന്. അല്ല, പഠിക്കുന്ന കാര്യത്തിൽ ആ സ്കൂളിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട സ്റ്റുഡന്റ് ആണ് ഇവൻ. ഇവന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കാം, എന്തിനാണ് ഞാൻ വായിട്ട് അലയ്ക്കുന്നതെന്നൊക്കെ സാധ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതുവരെ എഴുതി വെക്കുവാണ് ഗാമി. അതിൽ നിന്ന് തന്നെ അവന്റെ ബുദ്ധി നമുക്ക് മനസ്സിലാക്കാലോ. പക്ഷെ എന്നാൽ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളല്ല അവൻ. ചെറുപ്പം തൊട്ടേ പഠിക്കണം എന്ന ഭയങ്കര ആഗ്രഹം ഉണ്ട് അവന്. എന്നാൽ അതിനുള്ള ബുദ്ധി അവനില്ല. പഠിക്കാൻ വേണ്ടി ട്യൂഷൻ ടീച്ചറെ വരെ വെച്ചു, എന്നിട്ട് മാർക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും അവൻ ദിവസവും ഇരുന്ന് പഠിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്ലാസ്സിലെ രണ്ടുപേര് സംസാരിക്കുന്നത് ഇവൻ കേൾക്കുന്നത്. എടാ, നിനക്ക് കോളേജിൽ പോകാനാണ് ഇഷ്ടമെങ്കിൽ യുൻസോങ് ടെക്നിക്കൽ ഹൈസ്കൂളിലോട്ട് പോകൂടെ? അവിടെയാണെങ്കിൽ സ്പെഷ്യലായിട്ട് സ്കൂളിലോട്ട് അഡ്മിഷൻ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടല്ലോ. എന്നിത് കേൾക്കുന്ന മറ്റവും പറയുവാണ്, ആ ബെസ്റ്റ്, അവിടെ പോകുന്നതിനും വേറെ ഞാൻ ചാവുന്നതാണെന്ന്. എന്നാൽ ഗാമിൻ അവൻ ഇപ്പം പറയുന്നത് കേൾക്കില്ല. യുൻസോങ് ഹൈസ്കൂളിലെ സ്പെഷ്യൽ അഡ്മിഷന്റെ കാര്യം മാത്രമാണ് കേൾക്കുന്നത്. അങ്ങനെ ഗാമിൻ വളരെ ആഗ്രഹിച്ച് ഇവിടെ ചേർന്നെങ്കിലും തനിക്ക് പഠിക്കാൻ കഴിയും എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ആ സ്കൂളിലേക്ക് വരും. എന്നാൽ അത് അവൻ വിചാരിച്ച പോലെ ഒരു സ്കൂളല്ലായിരുന്നു. ഏതാണ്ട് യുദ്ധഭൂമിയിലോട്ട് വന്ന പോലെ ആയിരുന്നു അവൻ ആ സ്കൂളിലേക്ക് വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ്. അവിടെ നിന്ന് പോകാൻ കുറച്ച് പ്രയാസമാണ്. അവിടെയുള്ള എല്ലാവരും എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുവാണ് എടുത്തിട്ടലക്കാൻ. എന്നാൽ മോശ സാഹചര്യത്തിലും അതിജീവിക്കണം എന്നതാണ് ഗാമിന്റെ പോളിസി. തൽക്കാലം ആരുടെയും കയ്യിൽ പോയി പെടാതെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവൻ തീരുമാനിക്കും. അങ്ങനെ പഠിക്കാൻ വേണ്ടി ഗാമിൻ ഒരു മാർഗം കണ്ടെത്തുവാണ്. പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡന്റിന്റെ ഹെൽപ്പ് ചോദിക്കുക. അങ്ങനെ ഓരോരുത്തരെയും ഇവൻ കാര്യമായിട്ട് നിരീക്ഷിക്കും ആരാണ് പറ്റിയതെന്ന്. അപ്പോഴാണ് ഇവന്റെ ക്ലാസ്സിലെ സെഹ്യോൺ എന്ന് പറയുന്ന ഒരു ചെറുക്കനെ കാണുന്നത്. അവനെ കാണുമ്പോൾ കുഴപ്പമില്ലാത്തതുപോലെ തോന്നുമ്പോൾ ഗാമിനാണെങ്കിൽ അവന്റെ അടുത്ത് ചെന്ന് നിനക്ക് എന്റെ കൂടെ ഒരുമിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടോന്ന് ചോദിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സെഹ്യോൺ ആണെങ്കിൽ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുന്നേ ആ ക്ലാസ്സിൽ ഒരുത്തൻ ഇവനെ അടിച്ച് നിലത്തേക്ക് ഇടുവാണ്. ഇവരുടെ എല്ലാവരുടെയും ഫോണിൽ ഒരു റാങ്കിങ് ആപ്പ് ഉണ്ട്. ഈ അടിച്ചിട്ടവൻ 173 റാങ്കിലും സെഹ്യോൺ 170 ആണ്. ലോ റാങ്ക് കിട്ടിയവരെ ബുള്ളി ചെയ്യുക എന്നതൊക്കെയാണ് ഈ ഒരു റാങ്ക് സിസ്റ്റത്തിന്റെ പ്രത്യേകത. സെഹ്യോണും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ നോക്കുമെങ്കിലും മറ്റവൻ തന്നെ വിജയിക്കും. ഫൈറ്റിൽ വിജയിക്കുന്നവരുടെ റാങ്ക് കൂടുന്നതായിട്ടും കാണാം. ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് സാധ വന്ന് പുതിയവരുടെ ക്ലാസ് ടീച്ചറെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ലീ ഹാൻ ഗ്യോങ് എന്നാണ് ടീച്ചറുടെ പേര്. നമുക്ക് ലീ എന്ന് വിളിക്കാം. ടീച്ചർ ലീയെ കാണുമ്പോഴാണ് ഗാമിന് പെട്ടെന്ന് മനസ്സിലാവുന്നത് പണ്ട് ചെറുപ്പത്തിൽ തനിക്ക് ട്യൂഷൻ എടുത്തത് ഈ ടീച്ചറായിരുന്നു എന്ന്. അന്ന് അവൾ പഠിക്കാനായി ഇവൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവളിപ്പോ വന്ന് പ്രസന്റ് എടുക്കുവാണ് എന്ന ഒറ്റ ശ്രദ്ധിക്കുന്നില്ല. അവരോരോ കമന്റ് ഒക്കെ പറഞ്ഞ് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ഇവളുടെ അടുത്തുള്ള ബോർഡിലോട്ട് ഏതോ ഒരുത്തൻ കോഫി വലിച്ചെറിയുവാണ്. ആരാടാ ശബ്ദം ഉണ്ടാക്കിയേ, ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ചോദിച്ച്. ഇവന്റെ പേരാണ് ലീ ഹോൺ. ഇവൻ ക്ലാസ്സിലെ ഒരു പ്രധാന റൗഡിയാണെന്ന് തന്നെ പറയാം. ഇവൻ ആരാടാ ശബ്ദം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ പൂച്ചക്കുട്ടിയെ പോലെ ആ ശബ്ദം ഉണ്ടാക്കിയവൻ കൈയോർത്തു. ലീ ഹോൺ ചെന്നവന്റെ മോന്തയ്ക്ക് നോക്കി ഒരെണ്ണം കൊടുക്കും. ഇപ്പൊ ഇതൊക്കെ കണ്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ടീച്ചർ ലീ ആണെങ്കിൽ അവനോട് സീറ്റിൽ പോയിരിക്കാൻ പറയുമ്പോൾ ടീച്ചർ ഉള്ളോണ്ട് നീ രക്ഷപ്പെട്ടു, അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നും പറഞ്ഞ് സീറ്റിലോട്ട് പോവാണ്. ഇപ്പൊ ഇവന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നവന്റെ ചായ എടുത്താണ് നേരത്തെ ഇവൻ ബോർഡിലോട്ട് എറിഞ്ഞ്. നീ എന്തിനാണ് എന്റെ ചായ എടുത്തെറിഞ്ഞെന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ആ ക്ലാസ് റൂം ഒരു യുദ്ധക്കളമായിട്ട് മാറുമായിരുന്നു. പോയി എല്ലാവരോടും സീറ്റിലിരിക്കാൻ വേണ്ടി പറയുമ്പോൾ സ്റ്റുഡൻസ് എല്ലാം ഇവളെ നോക്കി കളിയാക്കും. എന്നാൽ ലീ ഹോൺ ആണെങ്കിൽ ടീച്ചർ പറയുന്ന കേട്ടില്ലേ ചെന്നിരിക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാം പൂച്ച കുഞ്ഞിനെ പോലെ സീറ്റിൽ കയറിയിരിക്കും. കെട്ടാകുമ്പോൾ വേസ്റ്റ് കളയാൻ വേണ്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് വരുന്ന ലീ കാണുന്നത് അതിനുള്ളിൽ കിടക്കുന്ന സിഗരറ്റ് കൂമ്പാരമാണ്. സ്കൂളാണെന്ന് പോലും വകവെക്കാതെയാണ് ഓരോരുത്തർ പലയിടത്ത് നിന്ന് പുകവലിക്കുന്നത്. ഇവൾ ഇതും കണ്ട് അന്നം വിട്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ലീ ഗാമി വരുന്നത്. ഗാമിനെ കാണുന്നതും ഇവൾക്കും പെട്ടെന്ന് ആളെ പിടിയിട്ടു. കുറച്ച് നാളെ ഇവന് ട്യൂഷൻ എടുത്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഇവളൊരു വാക്ക് പോലും പറയാതെ നിർത്തിയതാണ്. എനിക്ക് ഇടയ്ക്ക് വെച്ച് കുറച്ച് പ്രശ്നങ്ങൾ വന്നു, അതുകൊണ്ടാണ് ട്യൂഷൻ നിർത്തേണ്ടി വന്നതെന്നും പറഞ്ഞ് ലീ ഗാമിനോട് സോറി ചോദിക്കും. അപ്പൊ ഗാമിനാണെങ്കിൽ ടീച്ചർ ശരിക്കും ഈ സ്കൂളിൽ നിൽക്കാൻ പോവാണോ? ഞങ്ങളുടെ ആദ്യത്തെ സാറ് ഒരു മാസത്തിന് മുന്നേ കിട്ടിയത് പോയി. എന്ന് ഇവളാണെങ്കിൽ ഇതെന്റെ ആദ്യത്തെ ദിവസമല്ലേ, ആദ്യത്തെ ദിവസം തന്നെ ഞാൻ എങ്ങനെ കിട്ടിയെന്ന്. നീ ഒരുപാട് വലുതായല്ലോ, ശരി നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പൊ ഗാമിൻ പറയും ഞാനിപ്പോ ഒരു കാര്യത്തിന് പിറകിലാണ്. കാര്യം വേറെ ഒന്നുമല്ല, സെഹ്യോൺ എങ്ങനെയെങ്കിലും പഠിത്തത്തിലൊപ്പം കൂട്ടുക. അതിനുവേണ്ടി സെഹ്യോൺ ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ഗാമിൻ പിറകെ നടക്കും. അവസാനം സഹി കെട്ടി ഇവനാണെങ്കിൽ ശല്യം, ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് ഒരു തവണ പഠിപ്പിച്ചു തന്നാൽ പിന്നെ എന്നെ ശല്യം ചെയ്യരുതെന്നും പറഞ്ഞ് ഇവനെ കണക്ക് പറഞ്ഞു കൊടുക്കുവാണ്. സെഹ്യോൺ അത്യാവശ്യം നല്ല സ്മാർട്ട് സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു. പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകാത്ത ഗാമിനാണെങ്കിൽ ഇപ്പൊ ഒരു കേക്ക് ഉണ്ട്. ആ കേക്ക് നമ്മൾ 3 പാർട്ടായിട്ട് കട്ട് ചെയ്താ അപ്പോൾ ഓരോന്നിന്റെ അളവ് ഇത്രയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ചെക്കാന്ന് പറയുമ്പോൾ തേങ്ങാന്നാണ് ഇവൻ കേൾക്കുന്നത്. ഇതേ സമയം ടീച്ചർ ലീ ആണെങ്കിൽ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയി ഈ വേസ്റ്റ് ഡ്രം എടുത്ത് ഒഴിവാക്കിയാലോ, അതിൽ മൊത്തം സിഗരറ്റ് ആണെന്നൊക്കെ പറയുവാണ്. എന്നാൽ പ്രിൻസിപ്പൾ നല്ല ബെസ്റ്റ് ആളാണ്. ഡ്രം മാറ്റിയാലൊന്നും അവന്മാരുടെ വലി നിൽക്കാൻ പോകുന്നില്ല. മിസ് തൽക്കാലം അതിനെ കുറിച്ച് അന്വേഷിക്കാതെ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയും. ഇവിടെ സെഹ്യോൺ ആണെങ്കിൽ ഗാമിനെ പഠിപ്പിച്ച്
ചൂപ്പാട് വന്നിരിക്കുവാണ്. എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഗാമിന്റെ തലയിലോട്ട് കയറുന്നില്ല. എടാ, എനിക്കിത് പറയണമെന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല. നിനക്കെന്തിനാ നല്ല മാർക്ക് നേടിയിട്ടെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമല്ല, നല്ല മാർക്ക് നേടണം അത്രേ ഉള്ളൂ. നീയും അങ്ങനെയല്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് പറയണമേ. നീ കള്ളം പറയുക. നിന്റെ വളഞ്ഞിരിക്കുന്ന കഴുത്ത് കണ്ടാലേ അറിയാം നീ പഠിച്ചിരുന്ന് വളഞ്ഞതാന്ന്. വായിക്കുമ്പോൾ നന്നായിട്ട് കാണാൻ വേണ്ടിയല്ലേ നീ ബാങ്ക്സ് ചെറുതായിട്ട് വെട്ടിയേ. ഒരുപാട് എഴുതി നിന്റെ വിരലിൽ തഴമ്പുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിന്റെ കണ്ണ് കണ്ട് അറിയാം നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റഡി ഗ്രൂപ്പോ? നീ ശരിക്കും പൊട്ടനാണോ? അതെ, ഇത് യൂസോങ് ടെക്നിക്കൽ ഹൈസ്കൂളാ. നിനക്ക് തോന്നുന്നുണ്ടോ പിഹാൻ നിന്നെ അതിന് സമ്മതിക്കുമെന്ന്? എന്നാരെ പിഹാൻ എന്നറിയാത്ത ഗാമിനോട് സെഹ്യോൺ എല്ലാം വ്യക്തമാക്കി കൊടുക്കും. ഫോണിലെ ഒരു റാങ്കിങ് ആപ്പ് എടുത്ത് കാണിച്ചു കൊടുത്ത് ഇതുണ്ടാക്കിയത് അവനാണ്. ഈ പിഹാൻ ഒരു വലിയ മാഫിയ തലവന്റെ മകനാണ്. ഇങ്ങനെ ഒരു റാങ്കിങ് ആപ്പ് കൊണ്ടുവന്ന് കുട്ടികൾക്കിടയിൽ ഒരു പവർ റാങ്കിങ് ഉണ്ടാക്കിയത് അവനാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്കൂളിൽ പഠിത്തമൊന്നും നടക്കില്ല. ഇത് കേൾക്കുന്ന ഗാമിനാണെങ്കിൽ സെഹ്യോണിന്റെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു പേപ്പർ കാണിച്ചു കൊടുക്കും. അത് സെഹ്യോണിന്റെ പ്ലേസ്മെന്റ് ടെസ്റ്റ് പേപ്പർ ആയിരുന്നു. 220 സ്റ്റുഡൻസിൽ തന്നെ സെക്കൻഡ് പൊസിഷനിലാണ് അവനുള്ളത്. അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ ഇവൻ പഠിത്തത്തിൽ കഴിവുള്ളൊരു കുട്ടിയാണ്. നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കോളേജിലോട്ട് പോവാം. എന്നിപ്പോ സെഹ്യോൺ ആണെങ്കിൽ ഇനി മേലാൽ എന്റെ അടുത്ത് പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞ് വന്നേക്കരുതെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. കട്ടാകുമ്പോൾ ഇപ്രാവശ്യവും പഠിത്തത്തിലെ മികവ് പുലർത്തിയ സ്റ്റുഡന്റിനുള്ള അവാർഡ് കിട്ടുന്നത് ഈ മാഫിയ തലവന്റെ മകൻ പിഹാനിനാണ്. അത് കണ്ട് സെഹ്യോൺ വിഷമിച്ചിരിക്കുന്നേ കാണാം. ഇപ്പൊ ബാത്റൂമിൽ വെച്ച് സെഹ്യോണിന് ആരോ മുട്ടിപ്പോകുന്നുണ്ട്. അത് ഗാമിനാണെന്ന് വിചാരിച്ച് ഇവൻ ദേഷ്യപ്പെടുമ്പോ എന്നാ അതാ ലീഹോൺ ആയിരുന്നു. കഴിഞ്ഞല്ല കാര്യം, അതിന്റെ പേര് ലീഹോൺ ഇവൻ എടുത്തിട്ടലക്കും. വേസ്റ്റ് കളയാൻ വരുന്ന ടീച്ചർ ലീ ആണെങ്കിൽ ഇങ്ങനൊരു ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ ലിഹോൺ സെഹ്യോണിട്ട് അടിക്കുന്ന ഈ ഒരു ദൃശ്യം കാണുവാണ്. ഒരു ഹെൽപ്പിന് വേണ്ടി അവിടെയുള്ള ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൾ പോകുമെങ്കിലും അവരെല്ലാവരും തന്നെ ഇത് കണ്ട ഭാവം നടിക്കാതെ ഇവൾ അവോയ്ഡ് ചെയ്ത് നടക്കുവാണ്. അങ്ങനെ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് ടീച്ചറെ ലീ മുതിരുമ്പോൾ അവളെ വന്ന് തടഞ്ഞ് ഞാൻ പൊക്കോളാം, എന്റെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ഭാവിയിലെ മെമ്പറാണ് സെഹ്യോൺ എന്ന് പറയുവാണ് ഗാമി. അങ്ങനെ ഗാമിൻ ഇപ്പൊ നേരെ ഡോറും തള്ളി തുറന്ന് അങ്ങോട്ടേക്ക് ചെല്ലും. ഒരു മാസ്ക് വെച്ച് അങ്ങോട്ടേക്ക് വരുന്ന അവൻ അവിടെ മൊത്തം പുക കടത്തി വിടുവാണ്. എന്നിട്ട് നൈസായി സെഹ്യോണിനെ എടുത്തോണ്ട് പോകും. എന്നാ പക്ഷെ തന്നെ രക്ഷിച്ച ഗാമിനോടാണെങ്കിൽ സെഹ്യോൺ, എടാ നിനക്ക് ശരിക്കും എന്തിന്റെ കുഴപ്പമാ? എന്റെ പിറകെ വരലേന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അടിച്ച് മതിയാക്കി എല്ലാവരും പോകാൻ തുടങ്ങുമായിരുന്നു. ഇപ്പൊ എന്നെ നീ പൊക്കിക്കൊണ്ടു വന്ന സ്ഥിതിക്ക് അവരെന്റെ പിറകെ വരില്ലേ? നിന്നെ പോലെ പഠിത്തവും എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ എനിക്കും ഇഷ്ടമാണ്. പക്ഷെ പഠിത്തത്തിനേക്കാൾ പ്രധാനം എനിക്ക് എന്റെ ജീവനാ എന്നും പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇവന്റെ അടുത്തേക്ക് വരുവാണ് ലീഹോൺ. എവിടെടാ മാസ്ക് വെച്ച് വന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് പോയവനെന്നും ചോദിച്ചു. എന്നാൽ ലീഹോൺ ആണെങ്കിൽ ഗാമിനെ രക്ഷിക്കാനായിരിക്കണം. എനിക്കതയില്ല, ഞാൻ ആളെ കണ്ടില്ല എന്നൊക്കെ പറയുവാണ്. എന്നിത് കേട്ട് ദേഷ്യം വരുന്ന ലീഹോൺ ആണെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു വടിയെടുത്ത് ഇവൻ അടിക്കാൻ പോകുന്നതും അങ്ങോട്ടേക്ക് വന്ന് അതിനെ വളരെ സാഹസികമായി ബ്ലോക്ക് ചെയ്യുവാണ് ഗാമി. പഠിത്തത്തെ ബുദ്ധിയില്ലെങ്കിലും സ്പോർട്സിൽ ഗാമിനെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഏതാണ്ട് 3ാം ക്ലാസ് തൊട്ട് എക്സസൈസ് തുടങ്ങിയവനാണ് ഈ ഗാമി. നന്നായിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്ത് ബോഡി ഫിറ്റ് ആക്കി വെച്ചാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും, നല്ല ബുദ്ധി ഉണ്ടാകും എന്നെല്ലാം കേട്ടാണ് ഇവൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അല്ലാതെ സ്പോർട്സിലുള്ള അവന്റെ താല്പര്യമല്ല ഇതിന് പിറകില്, അതിനും പിറകില് പഠിത്തമാണ്. ഗാമിന്റെ കൈ കിട്ടിയത് മടിക്കാൻ ചെല്ലുന്ന ലീഹോണിനെ ഒരൊറ്റ പഞ്ചില് ഗാമിൻ ബോധം കെടുത്തി വിടും. സെഹ്യോണിന്റെ അടുത്തേക്ക് വന്ന് നീ ഇതുകൊണ്ടൊന്നും പേടിക്കണ്ട, എന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ ഞാനില്ല നിന്റെ കൂടെ. സത്യത്തിൽ നീ ഒട്ടും കോൺഫിഡന്റ് അല്ല, ഇവര് നിന്നെ ടാർഗറ്റ് ചെയ്യുമെന്നുള്ള പേടിയിലല്ലേ നീ മാസ്ക് വെച്ചിറങ്ങി എന്നും ചോദിച്ച് അവൻ അവിടെ നിന്ന് പോകും. ഈ സെഹ്യോണിനെ നോക്കുവാണെങ്കിൽ അവന് പഠിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ അവന്റെ അച്ഛൻ ഒരു കള്ളുകൂടിയനാന്ന് പറയാം. ഇയാൾക്കാണെങ്കിൽ ഇവന്റെ പഠിത്തമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് തന്റെ കൂടെ വെൽഡിംഗ് പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുമെങ്കിലും തുടർന്ന് പഠിക്കാനുള്ള ഒരു ആഗ്രഹം തന്നെ സെഹ്യോണിൽ നിന്ന് പോയിരിക്കുകയാണ്. അവൻ അവന്റെ പുസ്തകവും എല്ലാം വിൽക്കാൻ വേണ്ടി വേസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഗാമിനാണെങ്കിൽ ഭയങ്കര അപ്സെറ്റ് ആണ്. അവൻ എത്ര പഠിച്ചിട്ടും അവന് തലയിൽ കയറുന്നില്ല എന്നതാണ് അവന്റെ മെയിൻ പ്രോബ്ലം. എന്നാൽ അവന് ചെറുപ്പത്തിൽ തൊട്ടേ പഠിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു. ഒരിക്കൽ ഇവന്റെ അമ്മയുടെ ഫ്രണ്ട് അമ്മയോട് പറയുന്നത് കേൾക്കും, തന്റെ മകൻ ഫ്രണ്ട്സിന്റെ കൂടെ സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, അവരെല്ലാവരും കൂടി ഇപ്പോൾ ഒരുമിച്ച് ചേർന്നാ പഠിക്കുന്നത്, അങ്ങനെയാകുമ്പോൾ പഠിക്കാൻ നന്നായിട്ട് പറ്റുമെന്ന്. അങ്ങനെ ഇത് കേൾക്കുന്ന ഗാമിൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി ഈ ഫ്രണ്ടിന്റെ മകനോട് തന്നെ സ്റ്റഡി ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമെന്ന് ചോദിക്കും. എന്നാൽ ഗാമിൻ വളരെ മോശം മാർക്ക് നേടുന്ന ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ ഇവനെ ആരും തന്നെ സ്റ്റഡി ഗ്രൂപ്പിൽ ആഡ് ചെയ്യില്ല. പഠിക്കുന്ന കുട്ടികൾ ആരും തന്നെ ഇവനോട് നേരെ ചൊവ്വെ മിണ്ടുക പോലും ഇല്ലായിരുന്നു. അന്ന് തൊട്ടേ അത് അവനൊരു വേദനയാണ്. കട്ടാകുമ്പോൾ രാവിലെ ടീച്ചർ ലീക്കാണെങ്കിൽ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോകാൻ തന്നെ തോന്നില്ല. എന്നാൽ പക്ഷെ ടീച്ചർ ആയി പോയില്ലേ, പോകാണ്ട് വഴിയില്ലല്ലോ. വരുമ്പോ തന്നെ കാണുന്ന കാഴ്ച സ്കൂളിലെ മുക്കിലും മൂലയിലുമായിട്ട് ഓരോരുത്തരിരുന്ന് പുക വലിക്കുന്നതാണ്, ഒരുമാതിരി ചന്ത പോലെ. അപ്പോഴാണ് അവിടെ ഒരു സാധ കുറച്ച് പേരെയൊക്കെ ചീത്ത പറഞ്ഞ് ഓടിക്കുന്ന കാഴ്ച കാണുന്നത്. സ്കൂളിൽ വന്നിട്ട് ഇവൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. ഇവള് നേരെ ചെന്ന് സാറിനോട് ഹായ് പറയുമ്പോൾ പെട്ടെന്ന് നീ ഈ ഡ്രം എടുത്ത് മാറ്റാൻ നോക്ക്, നമ്മുടെ സ്കൂളിലേക്ക് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഒരു ഇൻസ്പെക്ടർ സാർ വരുന്നുണ്ട്, ഇതൊക്കെ കണ്ട പ്രശ്നമാണ്, നമ്മുടെ പ്രിൻസിപ്പൾ അവിടെ കലി ഇളകി നിൽക്കുക എന്ന കാര്യം പറയുന്നത്. എന്നാൽ ഇത്രയും വലിയ ഡ്രം ഇവൾക്ക് ഒറ്റയ്ക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അത് പൊക്കാനായിട്ട് ഇവൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയമായിരിക്കും അങ്ങോട്ടേക്ക് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് വന്ന് ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സ്കൂളിൽ നല്ല കുട്ടികളും ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഇവൾ ഇവന്റെ പേരും ക്ലാസ്സും ഒക്കെ ചോദിച്ചറിയുവാണ്. ഈ ഡ്രം മാറ്റേണ്ട ആവശ്യമുണ്ടോ, അത് ഇൻസ്പെക്ടർ കാണുന്നതല്ലേ നല്ലതെന്ന് പാർക്ക് ചോദിക്കുമ്പോൾ സത്യത്തിൽ അത് തന്നെയാണ് എനിക്കും വേണ്ടത്, പക്ഷെ എന്ത് ചെയ്യാം, ഇതെന്റെ സ്കൂളായി പോയില്ലേ എന്ന് പറയുവാണ് അവൾ. ഇവിടെ ക്ലാസ്സിൽ വരുന്ന ഗാമിൻ പുസ്തകമൊക്കെ എടുത്തു വെക്കുന്നതിന്റെ ഇടയിലാണ് ആ ഒരു കാര്യം കാണുന്നത്. സെഹ്യോണിന്റെ ലെക്ചർ ബുക്ക് ഇവന്റെ മേശയിലിരിക്കുന്നു. അതിൽ സെഹ്യോൺ ആണെങ്കിൽ ഓരോ ഇമ്പോർട്ടന്റ് പാർട്സും പ്രത്യേകമൊക്കെ അടയാളപ്പെടുത്തി സെറ്റാക്കി വെച്ചിരിക്കുന്ന മാത്സിന്റെ പുസ്തകമാണത്. അതും എടുത്തുകൊണ്ട് ഗാമിൻ സെഹ്യോണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ
അത് ഞാൻ വലിച്ചെറിഞ്ഞതാ, എനിക്ക് വേണ്ടാന്ന് പറയും. ഇത് തനിക്കായിട്ട് അവൻ തന്നതാന്ന് ഗാമിന് മനസ്സിലായി. ഗാമിനോട് താങ്ക്സ് പറയാൻ പോകുന്നത് നീ ആയിരുന്നല്ലേടാ അതെന്നും ചോദിച്ച് ലീഹോൺ ആണെങ്കിൽ ഇപ്പൊ സെഹോന്റെ പുസ്തകം എടുത്ത് പിടിക്കുമ്പോൾ അത് തിരിച്ചു തരാൻ വേണ്ടി പറയുവാണ് ഗാമി. ഇതേ സമയം സ്കൂളിലെ ഇൻസ്പെക്ടർ വന്ന് ചെക്കിങ്ങിലാണ്. ഇതുപോലൊരു നല്ല സ്കൂള് സാറിന് കാണാനേ പറ്റില്ല. സ്റ്റുഡൻസിനൊക്കെ എന്തൊരു നല്ല സ്വഭാവമാണെന്നും ഞാൻ എല്ലാവരോടും വളരെ സ്ട്രിക്റ്റ് ആണെന്നൊക്കെ വലിയ തള്ളും തള്ളി വരുമ്പോഴായിരിക്കും ഡ്രമ്മ് മാറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ടീച്ചർ ലീയെ ഇവര് കാണുന്നത്. ലീയെ കാണുന്നതും ഈ ഇൻസ്പെക്ടർ നേരെ അവളുടെ അടുത്തേക്ക് വന്ന് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ, നല്ല കണ്ട പരിചയം ഉണ്ടല്ലോ എന്ന് ചോദിക്കും. എന്നാൽ ലീക്കാണെങ്കിൽ പുള്ളിയെ വലിയ പരിചയമില്ല. പെട്ടെന്ന് തന്നെ പ്രിൻസിപ്പൾ ആണെങ്കിൽ സാർ ഇവിടെ നിൽക്കണ്ട, നമുക്ക് ട്രെയിനിങ് ബിൽഡിങ്ങിലോട്ട് പോകാം, അവിടെ പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് പോകാനായിട്ട് തുനിയില്ല. അപ്പോഴാണ് മുകളിലെ ക്ലാസ്സിലെ ജനല് പൊട്ടിച്ചൊരു ചുറ്റിക വന്ന് താഴെ വീഴുന്നത്. ഇപ്പൊ നമുക്കൊരു റീക്യാപ്പ് കണ്ടാലോ എന്താണ് ക്ലാസ്സിൽ സംഭവിച്ചതെന്ന്. ലീഹോൺ ആണെങ്കിൽ ഗാമിനെ ഒറ്റയ്ക്ക് ശരിയാക്കാൻ വേണ്ടി എല്ലാവരെയും ക്ലാസ്സിന് പുറത്ത് പറഞ്ഞയക്കും. ഗാമിനാണെങ്കിൽ ഇവന്റെ കയ്യിലിരിക്കുന്ന സെഹോണിന്റെ പുസ്തകം തനിക്ക് തരാൻ വേണ്ടി പറയുവാണ്. എന്നത് കേൾക്കുന്ന ലീഹോൺ ആ പുസ്തകത്തിന് തീയിടും. എന്നാൽ അത് ഗാമിന് സഹിക്കാൻ പറ്റില്ല. അവൻ ലീഹോണിന് കണക്കിന് കൊടുക്കും. പുറത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം ഷോക്കായി പോവാണ്. ഗാമിനെ കണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരുത്തൻ ഉണ്ടായിരുന്നോടാന്ന് ചോദിക്കുവാണ് അവർ പരസ്പരം. നമ്മൾ നേരത്തെ കണ്ട പാർക്കും ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ട് വന്ന് നോക്കുന്നുണ്ട്. ഗാമി പെട്ടെന്ന് പോയി പുസ്തകം എടുക്കാൻ നോക്കുമ്പോഴേക്കും അത് പകുതിയും കത്തി തീർന്നിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇവൻ ഇപ്പൊ ലീഹോണിനോട് സെഹോണിന്റെ പുസ്തകം നശിപ്പിച്ചതിന് അവനോട് ക്ഷമ ചോദിക്കാൻ പറയും. എന്നാൽ അത് കേൾക്കാതെ അവിടെ ഇരിക്കുന്ന ഒരു ചുറ്റിക കൊണ്ട് അടിക്കാൻ വരുമ്പോഴാണ് അത് കിക്ക് ചെയ്ത് അവൻ ജനൽ വഴി പുറത്തേക്ക് ഇടുന്നതും ഇത് നേരെ പോയി ടീച്ചേഴ്സിന്റെ മുന്നിൽ വീഴുന്നതും. അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗ് ഉണ്ട്, അതെടുത്ത് നേരെ ഗാമിന്റെ നേരെ ഇവൻ എറിയുമ്പോൾ അത് വളരെ നിഷ്പ്രയാസം കിക്ക് ചെയ്ത് ഈ ലീഹോണിന്റെ നേരെ തന്നെ തിരിച്ചുവിടും. ഡ്രാമയിൽ ഈ ഒരു ഫൈറ്റ് സീൻ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ വീഴ്ചയിലെ ലീഹോണിന്റെ ബോധവും പോയിട്ടുണ്ടായിരിക്കും. എന്നാൽ ഗാമിനാണെങ്കിൽ ബോധം പോയി അവനെ വിളിച്ചുണർത്താൻ നോക്കി സെഹോണിനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. സെഹോണിന്റെ പേര് കേൾക്കുന്ന പുറത്ത് നിൽക്കുന്നവന്മാരാണെങ്കിൽ ആരാണ് ഈ സെഹോൺ, അങ്ങനെ ഒരുത്തം പഠിക്കുന്നുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ചോദിക്കുവാണ്. ഒപ്പം പഠിക്കുന്നവന്മാരുടെ പേര് പോലും ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുത്തൻ തനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. തന്റെ അച്ഛൻ വരെ സെഹോണിനോട് പഠിത്തം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പിറകെ നടക്കുവാണ്. ക്ലാസ്സിൽ എല്ലാവരും ബുള്ളി ചെയ്യുമ്പോഴാണ് ഒരുത്തൻ തന്നോട് വളരെ നന്നായിട്ട് പെരുമാറുന്നത്. ലൈബ്രറിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ഇവന്റെ അടുത്ത് കൊണ്ടുവന്ന് സ്നാക്സ് വെക്കും. അങ്ങോട്ടേക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ സെഹോൺ കിടന്നുറങ്ങുവാണ്, അവനെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറയും. ഗാമിന്റെ ഈ ഒരു പ്രവൃത്തികളെല്ലാം സെഹോൺ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിൽക്കാൻ കൊടുത്ത പുസ്തകത്തിൽ നിന്ന് ഗാമിന് വേണ്ടി ആ പുസ്തകം അവൻ തിരിച്ചെടുത്ത്. സെഹോൺ ഇപ്പോൾ നേരെ ക്ലാസ്സിലോട്ട് കയറി ചെല്ലും. തീ എടുത്താൽ നോക്കിയ ഗാമിന്റെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടാകും. ആ പുസ്തകം വാങ്ങി ദേഷ്യത്തിലെ വേസ്റ്റിലിട്ട് ഈ പുസ്തകത്തിന് വേണ്ടിയാണോ നീ ഇത്രയും പരാക്രമം ചെയ്ത് കൂട്ടിയെന്ന് ചോദിക്കുമ്പോൾ നീ ഒരുപാട് കഷ്ടപ്പെട്ട് ഓരോന്ന് ഓർഗനൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പുസ്തകമല്ലേ, ഇപ്പൊ നിന്റെ എഫേർട്സ് എല്ലാം വേസ്റ്റ് ആയി പോയില്ലെന്നും ചോദിച്ച് സങ്കടത്തിൽ നിൽക്കുവാണ് ഗാമി. എന്നാൽ പെട്ടെന്ന് ഇപ്പൊ സെഹോൺ പറയും ഞാൻ തയ്യാറാണ് നിന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനെന്ന്. അത് കേൾക്കുന്നതും ഗാമിന് ഒരുപാട് സന്തോഷമാവും. ഈ ഒരു സീനും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. കഥ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയും ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരാൻ പോവാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.